7-ാം തീയതി പനി കലശലായ ദിവ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ രാത്രി 11 മണിയോടെ മരണപ്പെട്ടു എന്ന രീതിയിലാണ് ഭർത്താവ് ഈ വീട്ടിലുള്ളവരെയും ബാക്കി അയൽവാസികളെയും എല്ലാം അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഈ മഴക്കാലമാണ്, പനിയുമായി ബന്ധപ്പെട്ട് പനി മരണങ്ങൾ ധാരാളമായി സംഭവിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പനി ബാധിച്ചു. കാരണം ഈ ദിവ്യ 15 ദിവസങ്ങൾക്ക് മുൻപ് പനി ബാധിതയായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഈ 2 കാരണങ്ങളുള്ള ഒരു സ്ത്രീ സാധാരണയായിട്ട് ഈ സമയത്ത് ഉണ്ടാകുന്ന മരണങ്ങൾ പനി ബാധിച്ചുള്ള ഒരു മരണമായി മാത്രം കണക്ക് കൂട്ടി അതൊരു അസ്വാഭാവിക മരണം. കാരണം 194 BNS ആണ്. അതുപ്രകാരമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കേസുമായി എത്തുന്നത്. അതൊരു റെഗുലർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഒരാൾ മരണപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നുമില്ലാതെ ഒരു 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെടുമ്പോൾ അത്തരത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ക്രൈം എത്തുന്നത്, അതൊരു കേസാകുന്നത്. അങ്ങനെ തുടർന്ന് പോലീസിന് ഇക്കാര്യത്തിൽ സംശയം ഉണ്ടാകുന്നത് ഇവർക്ക് 35 വയസ്സ് പ്രായം എന്നുള്ള ഒറ്റ ഫാക്ടറിലാണ് ഇവർ ഒരു സംശയം ഉണ്ടാകുന്നത്. അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്നു. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഒരു സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ കഴുത്തിൽ ഒരു ലിഗേച്ചർ മാർക്ക് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ പോലീസിനൊരു ശ്വാസം മുട്ടിച്ചുള്ള ഒരു കൊലപാതകമാണോ ഇതെന്നൊരു സംശയം ഉണ്ടാകുന്നു. അങ്ങനെ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം വരെ കാത്തിരുന്നു. അതിനുശേഷം ഫോറൻസിക് സർജൻ്റെയും ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം തേടിയതിനു ശേഷം ഒരു നിഗമനത്തിലെത്തി ഇതൊരു സാധാരണ മരണമല്ല.